ഹലോ ഫ്രണ്ട്സ്, കാർവേലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നല്ലൊരു യൂസർ കാർ ഷോറൂം പരിചയപ്പെടുത്തരാം. ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് കളമശ്ശേരിയിലാണ്. ഈ ഒരു ഷോറൂമിൻ്റെ പേര് SA യൂസർ കാർസാണ്. ഏറ്റവും കൂടുതലും ലോ കിലോമീറ്റർ ഓടിയ വാഹനങ്ങളും അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനങ്ങളുമാണ് അധികം ഈ ഒരു ഷോറൂമിൽ വിൽക്കുന്നത്. യൂസർ കാർസ് മേഖലയിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള കാറുകളും അതുപോലെ തന്നെ ലോ കിലോമീറ്റർ ഓടിയ കാറുകളൊക്കെ തന്നെയാണ് എല്ലാവരും സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷോറൂം വളരെ പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള ഷോറൂം തന്നെയാണ്. പിന്നെ ഈ ഒരു ഷോറൂമിൽ യൂസർ കാർ എടുക്കാൻ വരുന്നൊരു കസ്റ്റമറിന് ലോൺ സൗകര്യം, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം, അതുപോലെ തന്നെ പാർക്കിംഗ് സെയിൽ സൗകര്യവും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നോർത്ത് കളമശ്ശേരിയിലാണ്, എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷനും കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷോറൂമിൽ ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളാണ് നിലവിലുള്ളത് എന്ന് നമുക്ക് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായൊരു വാഹനം ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാറുകളുടെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. മാരുതി സുസുക്കിയുടെ ആൾട്ടോ പരിചയപ്പെടാം. LXi ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ്. 2011 മോഡൽ. പെട്രോൾ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 49,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. ഗുഡ് കണ്ടീഷനാണ്. ആക്സിഡൻറ്റോടെ റീപ്ലേസ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, പുതിയ സീറ്റ് കവർ, ന്യൂ ബാറ്ററി, ന്യൂ ടയേഴ്സും ഈ കാറിൽ ഉൾപ്പെടുന്നുണ്ട്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 800 cc ഉള്ള ഈ വാഹനത്തിന് 15 മുതൽ 17 വരെ മൈലേജ് ലഭിക്കും. ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 1,80,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നിസാൻ മൈക്ര പരിചയപ്പെടാം. XL ആണ് വേരിയൻറ്റ്. 2016 ഈ കാറിൻ്റെ മോഡൽ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. 50% ടയർ കണ്ടീഷനാണ് നിലവിൽ ഈ കാറിനുള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിനില്ല. 1200 cc ഉള്ള ഈ വാഹനത്തിന് 18 മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് പ്ലെയർ, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. വളരെ കണ്ടീഷനുള്ള വാഹനം തന്നെയാണ്. വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കാർ തന്നെയാണ്. ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ഈ കാറിന് ലഭിക്കുന്നതാണ്. പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 3,30,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഹ്യുണ്ടായി i20 പരിചയപ്പെടാം. സ്പോർട്സ് ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ്. 2012 മോഡൽ. ഈ കാറിന് ഡീസൽ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 1,16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. നിലവിൽ ഗുഡ് കണ്ടീഷനുള്ളൊരു വാഹനം തന്നെയാണ്. 1400 cc ഉള്ള ഈ കാറിന് 17 മൈലേജാണ് ലഭിക്കുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, അലോയ് വീൽസ്, ABS, എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. പുതിയ 4 ടയറുകളാണ് നിലവിൽ ഈ കാറിനുള്ളത്. ഈ കാറിന് ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 3,25,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. അടുത്തതായി നിസാൻ മൈക്ര പരിചയപ്പെടാം. XV ആക്റ്റീവ് ആണ് ഈ കാറിൻ്റെ വേരിയൻറ്റ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 2015 മോഡൽ. 26,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഗുഡ് കണ്ടീഷനാണ്. 1200 cc ഉള്ള ഈ കാറിന് 18 മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, റിവേഴ്സ് സെൻസർ, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഈ കാറിൽ വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാറിന് ലോൺ സൗകര്യവും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. 3,40,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. ഹോണ്ടയുടെ ബ്രിയോ പരിചയപ്പെടാം. SMT ആണ് വേരിയൻറ്റ്. പെട്രോൾ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു കാറ് 2016 മോഡൽ. ഈ കാറ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് 2017 39,000 കിലോമീറ്ററാണ് ഇതുവരെ ഈ കാറ് ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ വളരെ വൃത്തിയിൽ തന്നെ ഈ കാറ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം, റിവേഴ്സ് സെൻസർ, സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഫോഗ് ലാമ്പും ഈ വാഹനത്തിന് ഉൾപ്പെടുന്നുണ്ട്. ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. 1200 cc ഉള്ള ഈ കാറിന് 16 മുതൽ 18 വരെയാണ് മൈലേജ് ലഭിക്കുന്നത്. 4,40,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. ടൊയോട്ടയുടെ ഇറ്റിയോസ് പരിചയപ്പെടാം.
GD ആണ് വേരിയൻറ്റ്, ഡീസൽ എഞ്ചിനാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ കാർ ഉള്ളത്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2012 മോഡൽ. ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു കാർ തന്നെയാണ്, ഗുഡ് കണ്ടീഷനാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ കാർ ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. 1350 cc ഉള്ള ഈ വാഹനത്തിന് 18 മുതൽ 20 വരെ മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, ഫോഗ് ലാമ്പ്, റിവേഴ്സ് സെൻസർ, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഉൾപ്പെടുന്നുണ്ട്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 4,30,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഫോർഡ് എക്കോസ്പോർട്ട് പരിചയപ്പെടാം. ആംബിയൻ്റ് ആണ് ഈ കാറിൻ്റെ വേരിയൻ്റ് വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്. 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിൽ ഈ കാറിനുള്ളത്. ചുരുങ്ങിയ കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ആകെ ഓടിയിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 10,000 കിലോമീറ്ററാണ്. നിലവിൽ ഗുഡ് കണ്ടീഷനാണ്. ഫുൾ ഷോറൂം സർവീസുള്ള ഒരു കാർ തന്നെയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. 1500 cc ഉള്ള ഈ കാറിന് 15 മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാമ്പ്, റിവേഴ്സ് സെൻസർ, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ കാറിന് ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ലഭ്യമാണ്. 7,25,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. മാരുതി സുസുക്കിയുടെ എർട്ടിഗ പരിചയപ്പെടാം. ZXi ആണ് വേരിയൻറ്റ്. 2013 മോഡലുള്ള ഈ ഒരു കാറ് 2014 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. പെട്രോൾ എഞ്ചിനാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 50,000 കിലോമീറ്റർ ഈ കാറ് ഓടിയിട്ടുണ്ട്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ ഈ കാറിന് സംഭവിച്ചിട്ടില്ല. നിലവിൽ 75% ടയർ കണ്ടീഷൻ ഈ വാഹനത്തിനുണ്ട്. 1450 cc ഉള്ള ഈ കാറിന് 17 മൈലേജാണ് ലഭിക്കുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന മിറർ, മ്യൂസിക് പ്ലെയർ, റിയർ AC, മിറർ ഇൻഡിക്കേറ്റേഴ്സ്, അലോയ് വീൽസ്, റിയർ വൈപ്പർ, ABS, ഫോഗ് ലാമ്പ്, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഉൾപ്പെടുന്നുണ്ട്. സ്പെയർ കീയും സർവീസ് ബുക്കും നിലവിൽ ഈ കാറിനുണ്ട്. ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ഈ കാറിന് ലഭിക്കുന്നതാണ്. 5,45,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിളാണ്. അടുത്തതായി റിനോൾട്ട് ഡസ്റ്റർ പരിചയപ്പെടാം. RXZ 110 PS ആണ് വേരിയൻ്റ് വരുന്നത്. ഈ കാറ് ഡീസൽ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ ഒരു വാഹനം 85,000 കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. 2013 മോഡൽ. ഫുൾ കമ്പനി സർവീസ് ഉള്ളൊരു കാർ തന്നെയാണ്. ഗുഡ് കണ്ടീഷനാണ്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ABS, റിയർ AC, 2 എയർ ബാഗ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ്, റിയർ വൈപ്പർ, പാർക്കിംഗ് സെൻസർ, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക് സിസ്റ്റവും ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. ഈ കാറിന് സ്പെയർ കീയും സർവീസ് ബുക്കും അവൈലബിൾ ആണ്. ലോൺ സൗകര്യവും എക്സ്ചേഞ്ച് സൗകര്യവും ഈ കാറിന് ലഭിക്കും. 1450 cc ഉള്ള ഈ കാറിന് മൈലേജ് എന്ന് പറയുന്നത് 16 ആണ്. 5,35,000 രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില. വില നെഗോഷ്യബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ബ്രസ പരിചയപ്പെടാം. ZDI+ ആണ് വേരിയൻറ്റ്. 2018 ഈ കാറിൻ്റെ മോഡൽ. 23,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണുള്ളത്. ആക്സിഡൻറ്റുകളോ റീപ്ലേസ്മെൻറ്റോ സംഭവിച്ചിട്ടില്ല. ഈ വാഹനത്തിന് ഡീസൽ എഞ്ചിനാണ്. ഈ കാറിൻ്റെ സർവീസുകളെല്ലാം തന്നെ കമ്പനി സർവീസുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയിൽ ഈ കാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1250 cc ഉള്ള ഈ വാഹനത്തിന് 17 മൈലേജ് ലഭിക്കുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, മ്യൂസിക് പ്ലെയർ, നാവിഗേഷൻ സിസ്റ്റം, 2 എയർ ബാഗ്, ABS, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, സെൻട്രൽ ലോക്ക്, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പറും ഈ കാറിന് ഉൾപ്പെടുന്നുണ്ട്. 80% ടയർ കണ്ടീഷൻ നിലവിൽ ഈ വാഹനത്തിനുണ്ട്. ലോണും എക്സ്ചേഞ്ചും ലഭ്യമാണ്. വളരെ വൃത്തിയിൽ തന്നെയാണ് ഈ കാറിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ കാറിന് പ്രതീക്ഷിക്കുന്ന വില 9.5 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പരിചയപ്പെട്ട ഈ കാറുകളിൽ ഏത് കാറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷോറൂമിൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഇപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.